ഞാനിപ്പോൾ കാസർഗോഡ് ഡാൻസ് പ്രോഗ്രാമിന് പോയ കാര്യമാണ് പറയാൻ പോണേ. ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബസ്സിൽ കയറി. ഭയങ്കര ബോറടിയായിരുന്നു, കുറേ നേരം ഇങ്ങനെ നിൽക്കണമല്ലോ. അതുകൊണ്ട് ബസ്സിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് ബോറടിച്ചു, ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. പിന്നെ വാഷ്റൂമിൽ പോകാനായിട്ട് ഞങ്ങൾ മെട്രോ അവിടെയാണ് നിർത്തിയത്, ഞാനും അമ്മയും കൂടെ വാഷ്റൂമിൽ പോകാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മെട്രോയിൽ ഇങ്ങനെ നടന്ന് വരികയാണ്. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലേറ്റായി. നൈറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല ചിക്കൻ കറിയും ഒരു ഉണക്ക ചപ്പാത്തിയും വെച്ചു. പിന്നെ ഒരു ഫ്രഷ് ലൈമും കഴിച്ചു. ചപ്പാത്തി ഒരു രസമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് 5 മണിക്കാട്ടോ ഞങ്ങൾ കാസർഗോഡ് എത്തിയത്. അവിടെ റൂം ഒരു പള്ളി വകയായിട്ടുള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ നല്ല രസമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. 5 മണിയായപ്പോൾ എത്തിയത്. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഞാൻ എണീറ്റു. ഇവിടെ മൊത്തം ആൾക്കാരായിരുന്നു കേട്ടോ. അവരൊക്കെ കുളിച്ച് ഫ്രഷ് ആയി അവർ പോയി. 7:30 അവിടെ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അമ്മയൊക്കെ റെഡി, ഞാൻ ആകെ ടയേർഡായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ വേഗം കുളിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേഗം എൻ്റെ പെർഫ്യൂമൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ റെഡിയായി. ഞാനും അമ്മയൊക്കെ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ അതിൽ കുറച്ച് ഡാൻസിൻ്റെ ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ബസ്സിട്ട് കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഓഡിറ്റോറിയം അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ നല്ല അടിപൊളി ഉപ്മാവും പഴവും അപ്പവും പിസ്സയും നല്ല ടേസ്റ്റായിരുന്നു. അതിതാണ് അരങ്ങെന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലം. ഏതോ ഒരു നല്ലൊരു സ്റ്റേഡിയമാണ്, രസമായിരുന്നു. പിന്നെ മേക്കപ്പൊക്കെ ചെയ്ത് എൻ്റെ ബാക്ക് സ്റ്റേജിൻ്റെ സൈഡാണ്. അവിടെ ഞാനിങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് ഇരിക്കാം. പിന്നെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് അമ്മ എനിക്കെല്ലാം ഇങ്ങനെ അയച്ചുകൊണ്ടൊക്കെ തന്നിട്ടിരിക്കുക കേട്ടോ. അതിൻ്റെ പ്രോഗ്രാമൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഈ കൊച്ചിനെ കണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതിനെ കുറച്ച് നോക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു ചായ ബ്രെഡ് റോസ്റ്റ് അങ്ങനത്തെ കഴിച്ചു. പിന്നെ ഈവനിങ് ഡിന്നർ ഞങ്ങൾ പോകാനതിന് മുന്നേ ഞങ്ങൾ നല്ല കഞ്ഞി കുടിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. ആൻറ്റിമാരൊക്കെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എൻ്റെ